ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണം കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ രാവിലെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മളെ ഡൈനിങ് ടേബിളിലെ മേശയും അതുപോലെ സിറ്റിംഗ് റൂമിലെ ടീപ്പോയും ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ തുടച്ചെടുക്കുമെങ്കിലും ചില ദിവസങ്ങളിൽ ഒന്നുകൂടെ നമ്മൾ കെയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുട്ടികളൊക്കെ പഠിക്കണതും അതുപോലെ മെഴുകിൻ്റെ കളറും അങ്ങനെയൊക്കെ ഓരോന്നും അവിടെ ഇവിടെയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സോപ്പ് പൊടി ഒന്ന് ഉപയോഗിച്ചിട്ട് നന്നായി ഒന്ന് അരച്ച് കഴുകണുണ്ട് കേട്ടോ. അപ്പോൾ മെഴുകിൻ്റെ ആണെങ്കിൽ ഒന്ന് പറ്റി പിടിച്ച് നന്നായിരിക്കും. അതുപോലെ പെന്നും പെൻസിലുകൊണ്ടൊക്കെ വെറുതെ ഒന്ന് കുട്ടികൾ കളിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ചെറുതായി ഇങ്ങനെ വീഡിയോസിൽ കാണില്ലെങ്കിലും ചെറിയ രൂപത്തിൽ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയം തന്നെ നമ്മളെ ഡൈനിങ് ടേബിൾ ചിലവഴിക്കേണ്ടി വരും കേട്ടോ. അതിൻ്റെ അടിഭാഗവും ഒക്കെ ഒന്ന് തുടച്ച് വരുമ്പോൾ ഗ്ലാസിൻ്റെ മുകൾ ഭാഗവും അടിഭാഗവും നന്നായി തുടച്ചെടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ മുകൾ ഭാഗം നന്നായി തുടച്ചാലും അതിൻ്റെ അടിഭാഗം തുടച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഓരോ വരകളും ഒക്കെ കാണും. അപ്പോൾ കുറച്ച് സമയം നമ്മൾ ഇതിനായിട്ട് ചിലവഴിക്കുക തന്നെ വേണം കേട്ടോ. അതൊക്കെ ഒന്ന് ക്ലിയറായി കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ സിറ്റിംഗ് റൂമിലെ ടീപ്പോയി അതും ഒന്ന് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയതാണെങ്കിലും അതിൻ്റെ അടിഭാഗവും മുകൾ ഭാഗവും ഒക്കെ ഒന്ന് ശരിയാക്കി വരുമ്പോൾ നമുക്ക് കുറച്ച് സമയം എന്തായാലും എടുക്കും. ക്രയോൺസ് കൊണ്ട് വരച്ച വരകളൊക്കെ പെട്ടെന്ന് പോവാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. തുടച്ചാലൊന്നും പെട്ടെന്ന് പോവില്ല. അതിനുശേഷം വാഷ് ബേസിലെ ഗ്ലാസും കണ്ണാടിയും അതും തുടച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പേപ്പർ ഉപയോഗിച്ച് എല്ലാം ഒന്ന് മാച്ച് കളയുന്നുണ്ട് കേട്ടോ. എത്ര തുണി കൊണ്ട് തുടച്ചാലും ചെറിയ ഒരു അടയാളങ്ങൾ പിന്നെയും ഉണ്ടാവും. അപ്പോൾ അത് ശരിക്കും പോവണമെങ്കിൽ ഒന്ന് തിളങ്ങാൻ വേണ്ടി നമ്മൾ പേപ്പർ ഉപയോഗിച്ച് നന്നായും തുടച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഗ്ലാസ്സൊക്കെ അത്യാവശ്യം തിളങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോസിൽ അത്ര അങ്ങോട്ട് കാണില്ലെങ്കിലും നേരിട്ട് കാണുമ്പോൾ നല്ല തിളക്കമുണ്ട് കേട്ടോ. അതിനുശേഷം പഴയൊരു അലുമാരുണ്ട്, അതിൻ്റെ ഗ്ലാസ്സും ഒക്കെ തുടച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ അലുമാര ഫുള്ളും തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഇതിന് വേണ്ടി ചിലവഴിച്ചു കേട്ടോ. ഒരു 11 മണി ആയിട്ടുണ്ട്.
അതിനുശേഷം എല്ലാ ഗ്ലാസ്സുകളും നമ്മൾ പേപ്പർ ഉപയോഗിച്ച് തന്നെ തുടച്ചെടുത്തിട്ടുണ്ട്. അടയാളങ്ങളൊക്കെ ഫുള്ളും പോയി ഒന്നും കൂടെ ഒന്ന് തിളങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പേപ്പർ ഉപയോഗിച്ച് എന്തായാലും നമ്മൾ തുടച്ചതിന് ശേഷം ഇതുപോലെ ചെയ്ത് കൊടുക്കണം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഉണക്കമുണ്ടായിരുന്നു, അതൊന്ന് ഉണക്കിയിട്ട് അതും കൂടെ മുകളിൽ കൊണ്ടുപോയി ഒന്ന് ഉണക്കായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ ഇതുപോലുള്ള പണികൾ ഇഷ്ടം പോലെ എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കും. അപ്പോൾ കണ്ണിന് കുളിർമയാകാൻ നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഇതുപോലുള്ള ചെടികൾ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഒരു മനസ്സിനൊരു സന്തോഷം കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക, കുറച്ച് ചീര പൊട്ടിച്ച് കൊടുന്നു. പിന്നെ നമ്മൾ കുറച്ച് നമസ്കാര കുപ്പായവും ഒക്കെ ഒന്ന് സോപ്പ് പൊടിയിലിട്ട് പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കല്ലിൽ തിരുമ്പാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കുക കാരണം നമ്മളെ ചീര അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചായ മനസ്സാറിന് ചീര ഇടയ്ക്ക് നമ്മൾ അതിങ്ങനെ അതിൻ്റെ കമ്പ് ഒടിക്കുകയാണെങ്കിൽ നല്ല തളിരില വരും. നല്ല എന്താ പറയുക, സോഫ്റ്റോട് കൂടെ തന്നെ നമുക്ക് കറി പരിപ്പും ഒക്കെ ഇട്ട് ഉണ്ടാക്കണം. നമ്മൾ ചീരയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്, അതുകൂടെ ഒന്ന് മസാല ആക്കി വെക്കുന്നുണ്ട്. ചീരയും പരിപ്പും അടുപ്പത്ത് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി മണം രുചിയോടുകൂടെയുള്ളൊരു അടിപൊളി ചീരക്കറിയാണ്. അതിലേക്ക് കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളകും അത്യാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവൊക്കെ പാകത്തിന് അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മളെ മീനൊക്കെ ഒന്ന് പൊരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുള്ള നല്ല മണത്തോടു കൂടിയുള്ള അയിലയാണ്. അതുപോലെ കടൽക്കണ്ണനും ഉണ്ട്, രണ്ടും കൂടെ ഒന്ന് മസാല ആക്കി വെച്ചതാണ്. അതിനുശേഷം നമ്മൾ കറിയിലേക്ക് വറവിട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ചെറിയ ഉള്ളിയും അതും ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളതിലേക്ക് തീയൊക്കെ ഓഫാക്കിയിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല മണമുള്ള അടിപൊളി കറി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മീനിൻ്റെ മണമൊക്കെ കേട്ടപ്പോൾ പൂച്ച മുകളിൽ നിന്ന് കുട്ടികൾ നല്ല കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മീനും ചോറും ഒക്കെ ഒന്ന് എന്താ പറയുക, അവർക്ക് ഒരുപോലെ ആക്കി കൊടുത്തിട്ട് മുകളിൽ കൊണ്ടുപോയി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ അവരൊക്കെ ഓടി ഒളിക്കുകയാണ് കേട്ടോ. പക്ഷെ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ വന്ന് കഴിക്കുകയാണ്. പിന്നെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം അവർ നല്ല കളിയാണ് കേട്ടോ.
വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.